UK ടെക്നോമാറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്പ് ഡെപ്ത് ലൈവ് വാൾപേപ്പർ എന്ന് പറയുന്ന ആപ്പാണ്. ഇത് ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വാൾപേപ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ്. ഇത് കാണണമെങ്കിൽ നമുക്ക് ഈ റിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ എങ്ങനെ ഇത് കാണും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കളക്ഷനാണ് അവർക്കുള്ളത്. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇത് ഡെപ്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്ലോക്ക് ആ പിക്ചറിന് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ആ ക്ലോക്ക് അഡ്ജസ്റ്റ് ആവുന്നതിനാണ് നമ്മൾ ഡെപ്ത് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഐഫോൺ ഓൾറെഡി ഉണ്ട്, ആൻഡ്രോയിഡിൽ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ഇത് 1UI 8 ആണ് എൻ്റെ കയ്യിലുള്ളത്. 1UI 8.5 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇത് ഞാൻ APK ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ മെസ്സേജ് കാണുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. ഏത് വാൾപേപ്പറാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഈ ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഹോം സ്ക്രീനാണോ ലോക്ക് സ്ക്രീനാണോ അത് രണ്ടിലും വേണോ എന്നുള്ളത് വെച്ച് നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ ഈ വാൾപേപ്പർ വന്നിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറിന് ഓൾറെഡി ഒരു ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോർമലി നമ്മുടെ ലോക്ക് സ്ക്രീൻ സാംസങ്ങിൽ എടുക്കുമ്പോൾ അതിനൊരു ഡിഫോൾട്ട് ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിനെ ഹൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വാൾപേപ്പറുള്ള ലോക്ക് സ്ക്രീനിലെ ഈ ക്ലോക്കിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്പ് എന്ന് പറയുന്നത് ഗുഡ് ലോക്ക് മൊഡ്യൂൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സാംസങ്ങിൻ്റെ കസ്റ്റമൈസേഷൻ ആപ്ലിക്കേഷൻസ് മാത്രമുള്ള സാംസങ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഗാലക്സി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഗുഡ് ലോക്ക് മൊഡ്യൂൾ. അതിൽ ലോക്ക് സ്റ്റാർ എന്നുള്ള ഈ ആപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ക്ലോക്ക്. ഇത് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റൈലും ഫോണ്ടും എല്ലാം വരും. നമ്മളിതിൻ്റെ അറ്റത്തോട്ട് പോയതിന് ശേഷം ഈ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാനിവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തു ക്ലോക്ക്. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലോക്ക് ആഡ് ചെയ്യുകയാണ്. ഏതൊരു ഫോണ്ടോ ആയിക്കോട്ടെ അതിനെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ക്ലോക്കിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റിനെ ആഡ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ ക്ലോക്കിനെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു ടെക്സ്റ്റാണ്. നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ്, അതായത് ഈ ടെക്സ്റ്റിൻ്റെ കളർ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനെ ഞാൻ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കിതിനെ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്ലോക്കായിട്ട് കിട്ടും. അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലോക്ക് സ്ക്രീനിലായിട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിലുള്ള ക്ലോക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ആ ഒരു നമ്മുടെ സാംസങ്ങിൻ്റെ ഡിഫോൾട്ട് ക്ലോക്ക് വരാതെ ഈ ആപ്ലിക്കേഷനകത്തുള്ള ക്ലോക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോക്ക് ട്രാൻസ്പെറൻ്റ് ആക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി.